ഇന്നലെ ഒരാൾ കമൻറ്റിലൂടെ അറിയിച്ചു റബ്ബർ വില 400 രൂപ വന്നാലും 500 വന്നാലും പ്രയോജനമില്ല എന്ന് പറഞ്ഞു. അത് വളരെയേറെ ശരിയാണ്. നമുക്ക് നേരത്തെ 250 രൂപയൊക്കെ വില വന്ന സമയത്തൊക്കെ മീൻ 10 രൂപ 20 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. വെളിച്ചെണ്ണ വെറും 69 രൂപയുള്ളായിരുന്നു ഒരു കിലോയ്ക്ക്. ഞാനും വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ജോലിക്കൂലി നോക്കിക്കഴിഞ്ഞാലും 200 250 രൂപയ്ക്കുള്ളായിരുന്നു ജോലിക്കാശ്. ഇപ്പോൾ 4 ഇരട്ടിയായിട്ട് ഉള്ള വർധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. മഴ വന്നാലും വെയിൽ വന്നാലും നഷ്ടം കർഷകന് മാത്രമാണ്. അപ്പോൾ മറ്റുള്ളവർക്കൊന്നും ഇത് യാതൊരുവിധ പ്രശ്നവുമില്ല. കർഷകരെയാണ് ഇതെല്ലാം ബാധിക്കുന്നത്. കേരളത്തിൽ കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റബ്ബർ ടാപ്പിംഗ് നടക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ടാപ്പിംഗ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും സമയമുള്ളത് ഇന്നത്തെ റബ്ബർ വില നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, എൻ്റെ പേര് മനോജ് നെടിയാക്കൽ. റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഈ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. വിലകൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നറിയാം, പലരും മറന്നു പോകുന്നതാണ്. അപ്പോൾ മറന്നു പോയിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ റബ്ബർ വിലയിൽ വർധനമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു റബ്ബർ വില വർദ്ധിച്ചു എന്ന്. പക്ഷേ ഞാൻ അത് എടുത്ത് പറയുന്നുണ്ട്. ലാറ്റക്സ് വിലയാണ് കുതിച്ച് കയറിയെന്ന് പറയുന്നുണ്ട്. 2 രൂപ വർദ്ധിച്ചായിരുന്നു. അപ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചു എവിടെയാണ് വില കുതിച്ച് കയറിയെന്ന്. അപ്പോൾ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. തമ്പനയിലും പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ലാറ്റക്സ് വിലയാണ് കുതിച്ച് കയറിയെന്ന്. ഇന്നും റബ്ബർ വില കൂടിയിട്ടുണ്ട്, ചിരട്ടക്കാറ വിലയും കൂടിയിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 284 രൂപ, RSS5ന് 281 രൂപ, ISNA 20ക്ക് 252 രൂപ, ലാറ്റക്സ് 60%ന് 197 രൂപ 60 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 284 രൂപ, RSS5ന് 281 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 273 രൂപ, ലോട്ടിന് 253 രൂപ മുതൽ 258 രൂപ വരെയും, ഒട്ടുപാൽ 80% DRC ഉള്ളതിന് 187 രൂപ, 60% DRC ഒട്ടുപാലിന് 140 രൂപ 25 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 282 രൂപ, ഫാക്ടറി വില 292 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 14,100 രൂപ, 30% DRC ഉള്ളതിന് 16,920 രൂപ, 35% DRC ഉള്ളതിന് 19,740 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 276 രൂപ, RSS5ന് 273 രൂപ, ISS 244 രൂപ 50 പൈസ മുതൽ 245 രൂപ വരെയും, ഒട്ടുപാലിൻ്റെ വ്യാപാരി വില 161 രൂപ മുതൽ 173 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS5ന് 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചിട്ടുണ്ട്, ISNA 20ക്കും 1 രൂപ വർദ്ധിച്ചു, ലോട്ടിന് 1 രൂപ വർദ്ധിച്ചു. ഇനി റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ISSനും ഒട്ടുപാലിനും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എവിടേക്കാണ് വില വർദ്ധിച്ചതെന്നുള്ളത് വിശദമായിട്ട് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നിനി ആരും ചോദിക്കരുത് എവിടാ വില കൂടിയതെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കർണാടകയിൽ വില നോക്കാം. RSS3ക്ക് 1 കിലോയ്ക്ക് 280 രൂപ 50 പൈസ, 4ന് 280 രൂപ, 5ന് 275 രൂപ, ലോട്ടിന് 251 രൂപ, ഒട്ടുപാൽ 173 രൂപ വരെയും. ഇന്നത്തെ കർണാടകയിൽ വില നോക്കിക്കഴിഞ്ഞാൽ RSS3ക്കും 4നും 5നും ലോട്ടിനും ഒട്ടുപാലിനും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ കർണാടകയിലെ സുഹൃത്തുക്കൾ അവിടെയുള്ള ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യണം, അവരും ഈ വിലയൊക്കെ ഒന്ന് അറിയട്ടെ. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS1 1 കിലോയ്ക്ക് 269 രൂപ 86 പൈസ, RSS2ന് 268 രൂപ 15 പൈസ, RSS3ക്ക് 266 രൂപ 57 പൈസ, RSS4ന് 265 രൂപ 72 പൈസ. വിദേശത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ ഓരോ ദിവസം വില കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ്. നേരത്തെ 300 രൂപയിൽ പുറത്തു പോയ ഒരു റബ്ബർ വിലയുടെ അവസ്ഥ കണ്ടില്ലേ. അപ്പോൾ RSS1 269 രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില. സമയം ഒരുപാട് ദീർഘിച്ചു പോയി, അതുകൊണ്ട് ഇനി ഞാൻ പെട്ടെന്നാണ് വില പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. വെളിച്ചെണ്ണ തയ്യാർ 255 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 260 രൂപ, കൊപ്ര എടുത്തപടി 166 രൂപ, അടയ്ക്ക പുതിയ തുരിയിലേക്ക് 360 രൂപ, അടയ്ക്ക പഴയ തുരിയിലേക്ക് 360 രൂപ, കാഞ്ഞിരക്കുരു 1880 രൂപ, കയർ നീരിത് 3800 രൂപ, ജാതിക്കത്തൊണ്ടൻ 300 രൂപ, ജാതിപത്രി ചുവപ്പ് 1400 രൂപ, ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 350 രൂപ, ജാതിപത്രി മഞ്ഞ 1600 രൂപ, ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1800 രൂപ മുതൽ 1900 രൂപയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2000 രൂപ മുതൽ 2100 രൂപ വരെയും, ഗ്രാമ്പു 810 രൂപ, നാടൻ 950 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 550 രൂപ മുതൽ 600 രൂപ വരെയും, ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ, സെക്കൻഡ് 160 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 37 രൂപ, റോട്ടറി 38 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 695 രൂപ, കുരുമുളക് പുതിയ 1 കിലോയ്ക്ക് 685 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 715 രൂപ, ചുക്ക് ബെസ്റ്റ് 360 രൂപ, മഞ്ഞൾ സേലം 200 രൂപ. മഞ്ഞൾ വില കൂടിയിട്ടുണ്ട്.
വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 51 രൂപ, പച്ച 49 രൂപ, പഴം 53 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 39,000 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 14,800 രൂപ, കുരുമുളക് വയനാടൻ 700 രൂപ, ചേട്ടൻ 690 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 5,500 രൂപ, ഏലം ഉണക്ക കിലോ 3,000 രൂപ മുതൽ 4,000 രൂപ വരെ, നെല്ല് കിൻഡൽ 2,600 രൂപ, നേന്ത്രക്കായ കിൻഡൽ 4,000 രൂപ, കൊക്കോ ഉണങ്ങിയത് 310 രൂപ. ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം. ചുക്ക് 300 രൂപ, അടയ്ക്ക 350 രൂപ, പുതിയ അടയ്ക്ക 275 രൂപ, കസ്തൂരി മഞ്ഞൾ 110 രൂപ, ഗ്രാമ്പു 800 രൂപ മുതൽ 850 രൂപ വരെയും, ജാതിത്തൊണ്ടൻ 250 രൂപ മുതൽ 300 രൂപ വരെയും, ജാതിപ്പരിപ്പ് 600 രൂപ മുതൽ 650 രൂപ വരെയും, കച്ചവടം 550 രൂപ, ജാതിപത്രി 1,600 രൂപ മുതൽ 1,900 രൂപയും, കുരുമുളക് 680 രൂപ, ഏലക്ക 2,000 രൂപ മുതൽ 2,500 രൂപ വരെയും, തേങ്ങ 56 രൂപ മുതൽ 58 രൂപ വരെയും, വിരൽ മഞ്ഞൾ 150 രൂപ, തടമഞ്ഞൾ 140 രൂപ, കാപ്പിക്കുരു തൊണ്ടൻ 110 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും